ജീവിതത്തിൽ ഒരു 30 കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന ആ ഒരു സർക്കിളിൽ നിന്ന് വളരെ ചുരുങ്ങി ചുരുങ്ങി ഒന്നോ രണ്ടോ പേരിലേക്ക് അതങ്ങ് എത്തി നിൽക്കും. അങ്ങനെ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എത്തി നിന്നത് ദേ ഇവരിലേക്കാണ്. യെസ്, ഓഫ് കോഴ്സ് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രാരാബ്ദങ്ങളായി. അപ്പോൾ പിന്നെ ഇങ്ങനൊരു ഒത്തുചേരൽ എന്ന് പറയുന്നതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രമേ നടക്കുകയുള്ളൂ. അങ്ങനെ കണ്ടൊരു സ്വപ്നം യാഥാർത്ഥ്യമായൊരു ദിവസമായിരുന്നു ഇത്. മറൈൻ ഡ്രൈവിൽ നിന്ന് ആരംഭിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ തന്നെ സോളാർ ബോട്ടിംഗ് സർവീസ് ഉണ്ടെന്ന് ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ വെയിൽ കൊള്ളാതിരുന്ന് വർത്താനം പറയാൻ എന്താണ് ഓപ്ഷൻ എന്ന് ചിന്തിച്ചപ്പോഴാണ് ഞങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു സംഭവം വന്നത്. ഒരു ഗവൺമെൻറ്റിൻ്റെ സംഭവം ഇത്രയും മികച്ചതാക്കാം എന്നുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ആൻഡ് ഇവിടുത്തെ സർവീസും ഇവിടുത്തെ ചേട്ടന്മാരും പറയാതിരിക്കാൻ പറ്റില്ല. അവർ ഭയങ്കര രസമാണ്, ഭയങ്കര അടിപൊളി വൈബാണ്. പെർ ഹെഡ് 350 രൂപ വരുന്ന ഈ ഒരു സർവീസിൽ നമുക്ക് ടീ, സ്നാക്സ് എല്ലാം അവൈലബിൾ ആണ്. 2 മണിക്കൂർ ഇങ്ങനെ സഞ്ചരിച്ച് കുറേ കാഴ്ചകളെല്ലാം കണ്ട് നേരെ നമ്മൾ കുറച്ച് കടലിലേക്ക് ഇറങ്ങി നേരെ തിരിച്ചെത്തുന്നതാണ് ഈ ഒരു സർവീസ്. ആൻഡ് സംടൈംസ് നമുക്ക് ഡോൾഫിനെ വരെ കാണാൻ പറ്റും. ആൻഡ് ഞങ്ങളും കണ്ടു. നല്ല കാറ്റൊക്കെ കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട്, കാഴ്ചകളൊക്കെ കണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങൾ കാഴ്ചകളൊന്നും കണ്ടില്ല. ഞങ്ങൾ കൂടുതലും സംസാരമായിരുന്നു. കാരണം ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. അങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല. പോകാൻ നേരത്തെ ഒരു റിവ്യൂ പറയാൻ പറഞ്ഞപ്പോൾ ചാടിക്കേറി എൻ്റെ ഫ്രണ്ട്. അവൾക്ക് ഒരു മടിയില്ല, അവളൊരു പ്രൊഫസറും കൂടിയാണ്. യെസ്, ഞങ്ങൾക്ക് പറയാനുള്ളതും അവിടെ ഉണ്ടായിരുന്നവർക്ക് പറയാനുള്ളതും എല്ലാം കൂടി അവൾ ചേർത്ത് പറഞ്ഞു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ കുരുപ്പുകളുമായിട്ട് കൂട്ടാവുന്നത്. പക്ഷെ അന്നൊന്നും കരുതിയില്ല ഇത്രയ്ക്ക് തിക്ക് ഫ്രണ്ട്സ് ആവുമെന്ന്. കാരണം എൻ്റെ ചിന്തകളും ഇവളുടെ ചിന്തകളും മറ്റവളുടെ ചിന്തകളും ഏതോ തലത്തിലാണ്. ഈ വ്യത്യസ്ത തരം ചിന്താഗതികളുള്ളവരൊക്കെ എങ്ങനെയാണ് ഒരൊറ്റ കുടക്കീഴിൽ വരുന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അതൊരു മാജിക്കായിരിക്കാം. എന്നിരുന്നാലും പറയാതെ വയ്യല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം കണ്ട് നമ്മുടെ കൂടെ നിന്ന് വളരെ കുറച്ച് പേര് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. എൻ്റെ ജീവിതത്തിലും അതുപോലെ വന്ന 2 പേരാണ് ഇവർ. ഇവരെ പറ്റി എനിക്ക് വാക്കുകളില്ല പറയാൻ. എത്രയൊക്കെ വ്യത്യസ്തരാണെന്ന് പറഞ്ഞാലും ഞങ്ങളെ കണക്ട് ചെയ്യുന്ന എന്തോ ഒരു കണക്ഷൻ എവിടെയോ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഉത്തരം ഇതുവരെ ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഗോസിപ്പുകളും ലവ് കെയറും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ സംസാരം. പക്ഷെ ഇപ്പം അത് മാറി. കുടുംബമായി, കുട്ടികളായി, ഭർത്താവിൻ്റെ കുറ്റം, അമ്മായിമ്മയുടെ കുറ്റം, അമ്മായിച്ചൻ്റെ കുറ്റം, ആൻഡ് ദത്താരാപ്പൻ കെട്ടുകഥകൾ. ഈ ഓരോ ഏജിലും വരുന്ന മാറ്റങ്ങളും ചിന്തകളൊക്കെ ഒന്നിച്ച് അനുഭവിക്കുക എന്ന് പറയുന്നതും ഒരു പ്രത്യേക രസമുള്ള കാര്യമാണ്. അടുത്തൊരു കൂടിച്ചേരലിന് വേണ്ടി ഞങ്ങൾ 3 പേരും കട്ട വെയിറ്റിങ്ങിലാണ്.